അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 10 കിതാബ് സബഖ് 6. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ജഗനിയന്താവായ തമ്പുരാൻ നമ്മളുടെ അമലുകൾ, നമ്മൾ പഠിക്കുന്ന ഇൽമ് എല്ലാം അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. പരമകാരുണ്യകനും പരമദയാലുവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പഠിക്കുന്ന അമലുകളിലൊക്കെ അല്ലാഹു തആല നമ്മൾ പഠിക്കുന്ന ഇൽമുകളിലും അതനുസൃതം പ്രവർത്തിക്കുന്ന അമലുകളിലൊക്കെ അല്ലാഹു തആല ഇഖ്ലാസും തഖ്വയും തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ തന്നെ നമ്മളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, നമ്മുടെ ഉസ്താദുമാർ, നമ്മൾക്ക് ഭക്ഷണം തന്ന് നമ്മളെ ഓരോ ദിവസങ്ങളിലും നേരങ്ങളിലെ വിശപ്പകറ്റിയവർ, പുഞ്ചിരി കൊണ്ടുപോലും നമ്മുടെ മനതലങ്ങളിൽ സന്തോഷത്തിൻ്റെ വിത്ത് വിതച്ചവർ, ഇങ്ങനെ തുടങ്ങി ഇൽമിൻ്റെ വഴികളിലും അല്ലാതെ എല്ലാം നമ്മളെ സന്തോഷിപ്പിച്ച് നമ്മളെ സ്നേഹിച്ച് സഹായിച്ച എല്ലാവർക്കും അല്ലാഹു തആല അവൻ അനുഗ്രഹം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ മരണപ്പെട്ടു പോയവരുടെയൊക്കെ മണ്ണറയെ പടച്ച റബ്ബ് മണിയറയാക്കി പരിവർത്തനം ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അശുദ്ധിയെക്കുറിച്ചാണ്. നമ്മൾ കഴിഞ്ഞ കാര്യങ്ങളിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, ഉളൂവിനെ പറ്റിയിട്ടും ഉളൂവിൻ്റെ അവയവങ്ങളിൽ എങ്ങനെ ആയിരിക്കണം ഉളൂ സ്വീകരിക്കണമെങ്കിൽ അതിന് നിദാനമായ ഒരുപാട് കാര്യങ്ങൾ, അതില്ലാതിരിക്കാനുള്ള കാര്യങ്ങൾ അത് എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ശരീരത്തിൻ്റെ എന്തുണ്ടാവരുത്, മറയുണ്ടാവരുതെന്നും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അൽഹംദുലില്ലാഹ്, അത് നമ്മൾ പഠിച്ചു. അത് ഇനിയുള്ള ജീവിതത്തിൽ അത് ശ്രദ്ധിക്കണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫസ്ലുൻ ഫിൽ ഹദസി. അശുദ്ധിയെക്കുറിച്ച് പറയുന്ന ഫസ്ലാകും. അശുദ്ധിയെക്കുറിച്ചിട്ട് ഇങ്ങനെ പറയണേ ഫസ്ലാണ്. നോക്കാം. അസ്ബാബുഹു, ആ അശുദ്ധിയുടെ കാരണങ്ങളാകുന്നത് അർബഅത്തുൻ, 4 എണ്ണമാണ്. അൽ അവ്വലു, ആ 4 എണ്ണത്തിൽ നിന്ന് ഒന്നാമത്തേതാകുന്നത് എന്താണ്? തയക്കുനു, ഉറപ്പാവലാണ്. ഖുറൂജു, പുറപ്പെട്ടു എന്ന് എന്ത് ചെയ്യുക? ഉറപ്പാവുക. എന്ത് പുറപ്പെടുക? ഷൈഇൻ, ഒരു വസ്തു. ആ വസ്തു എന്താവട്ടെ, വലൗ രീഹൻ, അത് കാറ്റാണെങ്കിലും ശരി, അഥവാ അത് കീഴ്വായു ആണെങ്കിലും ശരി എന്ന്. എങ്ങനെയാണത് പുറപ്പെടുക? മിൻ അഹദിൻ, ഒരു വഴിയിലൂടെ. സബീലൈനി, സബീലൈനി, രണ്ടാലൊരു വഴിയിലൂടെ എന്ത് ചെയ്യുക? അത് പുറപ്പെടുക. അപ്പം മിൻ അഹദിൻ, ഒന്നിലൂടെ, സബീലൈനി, രണ്ടാലൊരു വഴിയിലൂടെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? രണ്ടാലൊരു വഴിയിൽ നിന്ന് കാറ്റ് പോലത്തതൊക്കെ പുറപ്പെട്ടാൽ ഉളൂ
മുറിയും. ഇനി രണ്ടാമത്തെ കാരണം നോക്ക്. അസാനി, അശുദ്ധിയുടെ കാരണങ്ങളിൽ നിന്ന് രണ്ടാമത്തതാകുന്നത് സവാലുൽ അഖലി, ബുദ്ധി നീങ്ങലാണ്. ബുദ്ധിയുടെ വകതിരിവ് നീങ്ങലാണ്. ബുദ്ധി നീങ്ങ മീൻസ് ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ ബുദ്ധിയുടെ വകതിരിവ് നീങ്ങലാണ്. എങ്ങനെ? ബുദ്ധിയുടെ വകതിരിവ് നീങ്ങാം. എന്തുകൊണ്ട്? ബിനൗമിൻ, ഉറക്കുകൊണ്ട്. ബിനൗമിൻ, ഉറക്കുകൊണ്ട്. എല്ലാ ഉറക്കുണ്ടോ? ഇല്ല. പറയട്ടെ, ഇല്ല നൗമ, ഒരു ഉറക്കൊഴികെ. ഒരു ഉറക്കൊഴികെ. ഇനി ആ ഉറക്കിന് വിശേഷണം പറയാണ്. എങ്ങനത്തെ ഉറക്കാണത്? മുമക്കിനി, ഉറപ്പിച്ചു. മഖഅദ, എന്ത്? അവൻ്റെ ചന്തി ഉറപ്പിച്ചു. പച്ചവനാത്ത് പറഞ്ഞാൽ ചന്തി ഉറപ്പിച്ചു. ഇരിപ്പിട സ്ഥാനം. ആരെ? അവൻ്റെ. അപ്പോൾ ഇരിപ്പിട സ്ഥാനം ഉറപ്പിച്ചവൻ്റെ ഉറക്കം ഒഴികെ അവനക്ക് എന്തുണ്ടാവില്ല? അവൻ്റെ ഉറക്ക് കൊണ്ട് പ്രശ്നമില്ല. മനസ്സിലായോ? അപ്പോൾ ഇരിപ്പിട സ്ഥാനം ഉറപ്പിച്ചവൻ്റെ ഉറക്ക് കുഴപ്പമില്ല. ചിലപ്പോൾ ചിലർ പോലെ ക്ഷീണത്തിലൊക്കെ വന്നിട്ട് എന്ത് ചെയ്യും? ഒരു പക്ഷെ ഇങ്ങനെ ക്ഷീണിച്ചതായി പോകും. പക്ഷെ അതാ ഇരിപ്പിട സ്ഥാനം ഉറപ്പിച്ചവൻ്റെതാണെങ്കിൽ എന്ത് വരുന്നില്ല? അവിടെ പ്രശ്നം വരുന്നില്ല. നോക്കട്ടെ, അശുദ്ധിയുടെ കാരണങ്ങളിൽ നിന്ന് മൂന്നാമത്തതാകുന്നത് മസ്സു, സ്പർശിക്കലാണ്. ഫർജീൻ, ഗുഹ്യസ്ഥാനം. ഗുഹ്യസ്ഥാനം സ്പർശിക്കലാണ്. ആരുടെ? അൽ ആദമീയ, മനുഷ്യൻ്റെ. അപ്പോൾ മനുഷ്യൻ്റെ ഗുഹ്യസ്ഥാനത്തെ സ്പർശിച്ചാൽ എന്ത് ചെയ്യും? എന്താവും? ഉളു മുറിയും. എങ്ങനെ സ്പർശിച്ചാൽ? ബിബത്തിനി, പള്ള കൊണ്ട്. എന്തിൻ്റെ? അൽ കഫി, മുൻകൈയിൻ്റെ പള്ള കൊണ്ട് മനുഷ്യൻ്റെ ഗുഹ്യസ്ഥാനം സ്പർശിച്ചാൽ ഉളു മുറിയും. അപ്പം എന്ത് മനസ്സിലായി? പള്ള കൊണ്ടല്ലാതെ സ്പർശിച്ചാൽ മനസ്സിലായില്ലേ? കയ്യിൻ്റെ കേട്ടോ. ഇനി മൊത്തമായിട്ട് അശുദ്ധിയുടെ കാരണങ്ങളിൽ നിന്ന് നാലാമത്തേതാകുന്നത് നാലാമത്തേത് തലാഖി, ചേരലാണ്. എന്ത്? ബശറത്തെ, രണ്ട് ചർമ്മങ്ങൾ തമ്മിൽ ചേരലാണ്. രണ്ട് തൊലി തമ്മിൽ ചേരലാണ്. ആരുടെ? ദക്കരിൻ, പുരുഷൻ്റെ. പോരാവ ഉൻസ, പെണ്ണിൻ്റെയും. അപ്പോൾ ഒരു ആണിൻ്റെയും ഒരു പെണ്ണിൻ്റെയും ശരീരത്തിൻ്റെ തൊലി തമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ എന്താകും? അവരുടെ ഫഹുവ തോട്ടിലുന്നറിയില്ലേ? അതെ, അവരതൊന്നു മുറിഞ്ഞു പോയി. തിരിഞ്ഞില്ലേ? അതേ. ഇനി ദക്കർ എങ്ങനത്തതാണ്, ഉൻസ എങ്ങനത്തതാണെന്ന് പറയട്ടെ. അതേ, അജ്നബിയൈനി, അവർ അന്യരാണ്. നമ്മളുമ്മ, നമ്മളന്യത്തി, നമ്മുടെ ജ്യേഷ്ഠത്തി, ഇങ്ങനെയുള്ളവരല്ല. വിവാഹബന്ധം ഹറാമാക്കിയ ബന്ധങ്ങളില്ലേ? ഹറാമായ പെണ്ണുങ്ങൾ, അവരാണ് പറയുന്നത് അജ്നബിയൈനി, അവർ അന്യരായ സ്ത്രീ പുരുഷന്മാരാണ്. തീർന്നില്ല. കബീറൈനി, അവർ മുതിർന്നവരും ആയവരാണ്. അങ്ങനത്തതായ അന്യരും മുതിർന്നവരുമായ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ കണ്ടുമുട്ടിയാൽ, ചേർന്ന് കഴിഞ്ഞാൽ എന്തായി? അവിടെ മുറിയും, നഷ്ടപ്പെടും. ഇനി വേറൊരു മസല. വലൗ തയക്കനൽ ഉളു, ഒരുത്തൻ എന്തായി? ഒളു കണ്ട് ഉറപ്പിച്ചാൽ. ഒരുത്തൻ ഒളു ഉറപ്പിച്ചു. ഫിൽ ഹദസി, അവർക്ക് എന്താണ്?
അശുദ്ധിയിൽ ഇങ്ങനെ സംശയം ഇങ്ങനെ നിലനിൽക്കണ്ടെന്നൊക്കെ. അങ്ങനെ വന്നാൽ ലം യജിബൽ വുളൂ, അവനക്ക് എന്തില്ല, അവനക്ക് ലം യജിബൽ വുളൂ, അവനക്ക് വുളൂ നിർബന്ധമില്ല. എങ്ങനെയാണ്? വുളൂ ഉണ്ടെന്ന് ഉറപ്പാണ്, അശുദ്ധി ഉണ്ടെന്ന് സംശയമാണ്. അങ്ങനെ വന്നാൽ അവന് വുളൂ നിർബന്ധമില്ല. ഇനി ഒരുത്തൻ വല്ലവു തയഖ്ഖനൽ ഹദസ, ഒരുത്തൻ എന്തായി, അശുദ്ധിയിൽ അവൻ ഉറപ്പാണ്, വുളൂ മുറിഞ്ഞ കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്, എന്നാ വശക്ക ഫിൽ വുളൂ, അല്ല അശുദ്ധി ഉണ്ടെന്ന് ഉറപ്പുണ്ട്, വശക്ക ഫിൽ വുളൂ, അവൻ്റെ വുളൂഇന് എന്തുണ്ട്, അവർക്ക് ഇങ്ങനെ സംശയമുണ്ട്. അങ്ങനെ വന്നാൽ വജബൽ വുളൂ, അവനെന്തുണ്ട്, വുളൂ നിർബന്ധമാണ്. തിന്നില്ലേ? അപ്പൊ എന്താ പറഞ്ഞത്? അശുദ്ധിയുടെ 4 കാരണങ്ങളാണ് പറഞ്ഞത് അല്ലേ? ഒന്നാമത്തേത് എന്താണ്? എന്താണ്? ഇല്ലൽ മനി ഒഴികെയുള്ള, അത് പറയാൻ വിട്ടല്ലേ, നമ്മൾ പറഞ്ഞു എന്താണ്, കാറ്റ് ഇല്ലേ, കീഴ്വായു പോലത്തെ രണ്ടാലൊരു വഴിയിലൂടെ പുറപ്പെട്ടാൽ എന്തായി, വുളൂ മുറിഞ്ഞു. എന്തൊഴികെ? ഇല്ലൽ മനിയൊഴികെ. മനിയ് ആണെങ്കിൽ എന്തിന് വുളൂ മുറിയുന്നില്ല, പക്ഷെ അവിടെ എന്താവുണ്ട്, കുളി നിർബന്ധമാണ്. തിരിഞ്ഞില്ലേ? അപ്പൊ അശുദ്ധിയുടെ കാരണങ്ങൾ, മനിയൊഴികെയുള്ള വല്ല വസ്തുവും മുന്തുവാരത്തിലൂടെയോ പിന്തുവാരത്തിലൂടെയോ പുറപ്പെട്ടു കഴിഞ്ഞാൽ വുളൂ മുറിഞ്ഞു, ബാത്തിലാണ്. പിന്നെ രണ്ടാമത്തേത്, ഇരിപ്പിട സ്ഥാനം ഉറപ്പിച്ചവൻ്റെ ഉറക്കൊഴികയും എന്താണ്, വുളൂ അശുദ്ധിയുടെ കാരണങ്ങൾ രണ്ടാമത്തേതാണ്. മൂന്നാമത്തേത് എന്താണ്, മുൻകൈയിൻ്റെ പള്ള കൊണ്ട് മനുഷ്യൻ്റെ ഗുഹ്യ സ്ഥാനത്ത് സ്പർശിക്കലും എന്താണ്, പ്രശ്നമാണ്. നാലാമത്തേത് അന്യരും മുതിർന്നവരുമായ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ സ്പർശിക്കലും കണ്ടുമുട്ടൽ എന്താണ്, കണ്ടുമുട്ടലും ആണ് നാലാമത്തേത് കേട്ടോ. പിന്നെ അപ്പം അങ്ങനെ, പിന്നെ വുളൂഇൽ എന്തായി, ഒരുത്തന് ഉറപ്പാണ്, അശുദ്ധിയെ സംശയിക്കുകയും ചെയ്താൽ അവർക്ക് എന്താണ്, വുളൂ എടുക്കൽ നിർബന്ധമില്ല. ഒരുത്തൻ എന്താണ്, അശുദ്ധിയിൽ ഉറപ്പാണ്, വുളൂഇൽ സംശയം വന്നാൽ അവൻ എന്ത് ചെയ്യണം, വുളൂ എടുക്കൽ നിർബന്ധമാണ്. അല്ലാഹു തആല നമ്മൾക്ക് നല്ല പോലെ ഇൽമു പഠിച്ച് അതനുസൃതം പ്രവർത്തിച്ച് പടച്ച റബ്ബിൻ്റെ പൂർണ്ണമാകുന്ന റിള അല്ലാഹു തആല നൽകി, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ആവരണം ചെയ്ത് ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ ആഖിബത്ത് നന്നായി മരിച്ച് നാളെ പടച്ച റബ്ബിൻ്റെ ശാശ്വതമായ പരലോകത്തിൽ സുഖത്തോടെയും സന്തോഷത്തോടെയും മുത്തുനബിയുടെ കൂടെ നാളെ സ്വർഗീയ ആരാമങ്ങളിൽ സംഗമിക്കുന്ന സ്വർഗത്തിൻ്റെ അഹ്ലുകാരിൽ, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽ, സ്വലാഹിയത്തിൻ്റെ അഹ്ലുകാരിൽ അല്ലാഹു തആല നമ്മളെ ഏവരെയും, നമ്മൾ ബന്ധപ്പെട്ടവർ, നമ്മൾ ഉസ്താദുമാർ, മശായിഖുമാർ, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മളുമായി ബന്ധമുള്ള എല്ലാവരെയും അല്ലാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.